കൊച്ചിയിൽ തൊഴിൽ തട്ടിപ്പെന്ന് പരാതി. വൈറ്റിലിയിൽ പ്രവർത്തിക്കുന്ന ചാർട്ടേഡ് ട്രാവൽസിന് എതിരെയാണ് പരാതി. മികച്ച ജോലി നൽകാം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് പലതവണയായി പണം തട്ടി എന്നാണ് ആരോപണം. 300-ലധികം തൊഴിലാളികൾ ദുബായിലെ ലേബർ ക്യാമ്പിൽ അനുഭവിച്ചത് ദുരവസ്ഥയെന്ന് പരാതി. YS അഭിനന്ദ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അഭിനന്ദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? കൊച്ചിയെ സംബന്ധിച്ചോളം സ്വകാര്യ ഏജൻസികൾ വഴിയുള്ള ജോലി തട്ടിപ്പ് തുടർക്കഥയായി മാറുന്ന സമയത്ത് തന്നെ മറ്റൊരു പരാതി കൂടി വൈറ്റില ജനതാ റോഡിലെ ചാർട്ടേഡ് എയർ ട്രാവൽസിൽ നിന്നും ഉണ്ടാവുകയാണ്. ജോലി തട്ടിപ്പാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം. ദുബായ് ടാക്സി കമ്പനി DTCയിൽ ജോലി വാഗ്ദാനം ആയിരുന്നു ദുബായിലേക്ക് ഏതാണ്ട് 300-ലധികം തൊഴിലാളികളെയുമായി ഇവിടുന്ന് പോയത്. അവിടെ ചെന്നപ്പോൾ അവർക്ക് ഗംഭീരമായ വാഗ്ദാനങ്ങളായിരുന്നു നൽകിയത്. കൃത്യമായ ഭക്ഷണം, ഒപ്പം തന്നെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം, ഏതാണ്ട് 1.5 ലക്ഷം, അതായത് ഇവിടുത്തെ 1.5 ലക്ഷം രൂപ, അവിടുത്തെ ഏതാണ്ട് 800 ദിർഹത്തിലടക്കം ശമ്പളം നൽകുമെന്നൊക്കെയുള്ള ഒരു വാഗ്ദാനം അത് പൂർണ്ണമായും ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ചാർട്ടേഡ് എയർ ട്രാവൽസിന് മുന്നിൽ പ്രതിഷേധവുമായി ഈ തൊഴിലാളികൾ എത്തിയിരിക്കുന്നത്. ഇവർ പോയവരാണ്, ദുബായിലേക്ക് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് പോയതാണ്. വിസ ഉൾപ്പെടെ ലഭിച്ചു. ഈ ഓരോ ഘട്ടത്തിലും എണ്ണിക്കൊടുത്തത് ഭീമമായ തുകയാണ്. ആ ഭീമമായ തുകയുടെ അടിസ്ഥാനത്തിൽ ഇവർ അവിടെ പോയതിനു ശേഷം അവർ ജോലിക്ക് കയറിയപ്പോൾ അവിടെ ചെന്ന് കണ്ടത് അങ്ങേയറ്റം വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. ഒരു ലേബർ ക്യാമ്പിൽ കണ്ട് ആളുകളെ കൂട്ടിയിട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പരാതികളാണ് ഇപ്പോൾ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഞാനല്ല പോയിരിക്കുന്നത്, എൻ്റെ അനിയൻ നിലവിൽ ദുബായിൽ പെട്ട് കിടക്കുകയാണ്. പുള്ളി ഇവിടുന്ന് വലിയ ഗംഭീര വാഗ്ദാനങ്ങൾ കൊടുത്ത് 1.25 ലക്ഷം രൂപ ഈ കമ്പനി ഇവർ മേടിച്ചിട്ട് അവനെ അങ്ങോട്ട് കൊണ്ടുപോയതാണ്. ഇപ്പോൾ കഴിഞ്ഞ നവംബറിൽ പോയതാണ് ആൾ. അവിടെ ചെന്ന് ലൈസൻസ് എടുത്തു, വണ്ടി കൊടുത്തു, വണ്ടി ഓടിക്കുന്നുണ്ട്. പക്ഷെ 1 രൂപ പോലും ബാലൻസ് ഇല്ല. ഏത് മാസം നോക്കിക്കഴിഞ്ഞാലും അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളതേ ഉള്ളൂ. ഭയങ്കര ചതിവാണ് നടത്തിയിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാണ്ട് അവിടെ കഷ്ടപ്പെടുകയാണ്. ഈ നിൽക്കുന്ന ഇവരെ കുറേ ആൾക്കാർ പോയിട്ട് തിരിച്ചു വന്നവരാണ്. എൻ്റെ അനിയനൊക്കെ അവിടെ നിന്ന് പോയിട്ട് തിരിച്ചു വരാൻ 3.5 ലക്ഷം രൂപ അവിടെ വേണമെന്നാണ് പറഞ്ഞത്. ആ പൈസ കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ അവിടെ പെട്ട് കിടക്കുകയാണ്. അവിടെ ചെന്ന് ഇവര് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ, ലൈസൻസ്, ഇന്റർനാഷണൽ ലൈസൻസ്, അവിടെ ചെന്ന് ആള് ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് എല്ലാവരും എടുത്ത ആൾക്കാരും അവിടെ ചെന്നിട്ട് അക്കോമഡേഷനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പെട്ടുപോയ ആൾക്കാർ, ഫുഡ് പോലും ഇല്ലാണ്ട് പെട്ടുപോയ ആൾക്കാരുമാണ് ഇന്ന് ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത്. ഞാനും അമ്മയും കൂടി പേഴ്സണലി അവരോട് കയറി രാവിലെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു 1 മാസം കൂടി വണ്ടി ഓടിക്കട്ടെ. വണ്ടി ഓടിയിട്ട് എന്റെ ഹസ്ബൻഡിന് ആകെ കിട്ടിയത് 840 ദിർഹം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ മണി 19,000 രൂപയാണ്. അവിടെ വണ്ടിന് ഫ്യൂല് അവർ ഫ്രീ ആയിട്ട് തരും, പിന്നെ മൊബൈൽ റീചാർജ് തരും, പിന്നെ അവിടുത്തെ ട്രാൻസ്പോർട്ട് കാര്യങ്ങൾ A to Z അവർ ചെയ്തോളൂന്നാ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് ഇവർ പറഞ്ഞ ഒരു സാധനം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പ്രധാനമായിട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇവർക്ക് ഭക്ഷണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു. ആ വാഗ്ദാനം ചെയ്തത് കൃത്യമായിട്ട് നൽകിയില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നീട് ഇവർ അവിടേക്ക് എത്തുന്നു. ഈ ദുരവസ്ഥയാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അവർ നാട്ടിലേക്ക് വരാനുള്ള ശ്രമം നടത്തുന്നു. പരാതി ലഭിച്ചാൽ ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്നാണ് മരട് പോലീസ് സ്റ്റേഷൻ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലേക്ക് അവർക്ക് പണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ജോലി തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ടാൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും മരട് പോലീസ് അധികൃതർ വ്യക്തമാക്കുന്നു. കൊച്ചിയിൽ നിന്നും സ്വാതി കൃഷ്ണൊപ്പം YS അഭിനന്ദ്, 24.